ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സബർമതി റിപ്പോർട്ട് എന്ന ഒരുപാട് വിവാദമായ ഒരു ഹിന്ദി മൂവിയാണ്. കുറച്ചധികം ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് നമ്മൾ ഈ ഒരു മൂവി ചെയ്യുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കോടതിയിൽ നടക്കുന്ന ഒരു വിചാരണയാണ്. സമർ എന്നൊരു ജേർണലിസ്റ്റ് EBT ന്യൂസിന്റെ പേരുപയോഗിച്ചിട്ട് ഗുജറാത്തിൽ നടന്ന ഒരു ഇഷ്യൂ പുറത്തേക്ക് കൊണ്ടുവരികയും അതിന്റെ പേരിൽ അവരുടെ ന്യൂസ് ചാനൽസിന് കുറെ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ആ ന്യൂസ് ചാനൽ സമറിനെതിരെ വാദിക്കുന്നത്. എന്നാൽ സമർ പറയുന്നുണ്ട് താൻ സത്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇവരാണ് കള്ളക്കഥകൾ പുറത്തുവിടുന്നതെന്നും. യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ പറ്റി ജഡ്ജി സമറിനോട് ചോദിക്കുന്നു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 2002 ഫെബ്രുവരി 25-ന് അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്നു. അയോധ്യയിൽ നിന്നുണ്ടായിരുന്ന കുറെ ആൾക്കാരാണ് ആ ട്രെയിനിന്റെ ബോഗികളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. S6 എന്ന ബോഗിയിൽ ഒരുപാട് യാത്രക്കാർ തിങ്ങി നിറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മുടെ സമറാകട്ടെ ഫിലിം ന്യൂസും മറ്റും കവർ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ശ്ലോക. ഹിന്ദി ന്യൂസ് ചാനലിലായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഒരുപാട് തെറ്റുപറ്റുകയും അതിൽ കുറച്ച് നോളജ് കുറവുമാണ്. എന്നാലും ശ്ലോക അവനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പൊളിറ്റീഷ്യന്റെ മകള് കൂടിയാണ് ശ്ലോക. അവർ കാറിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യമായിട്ട് അവൻ ഓഫീസിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് അവരുടെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലായ EBT ന്യൂസിന്റെ ഒരു റിപ്പോർട്ടറായ മനികയാണ്. അവൾക്കും തന്റെ ഹെഡ് ഓഫീസിൽ നിന്നും കോള് വരുന്നു. ഇവിടെ എല്ലാവരെയും അവിടേക്ക് വിളിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ റീസൺ ഉണ്ട്. അയോധ്യയിൽ നിന്നും പുറപ്പെട്ട ആ സബർമതി എക്സ്പ്രസ് 27-ാം തീയതി ഫെബ്രുവരി രാവിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു സിഗ്നലിന്റെ അടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടുവെന്ന്. S6 എന്ന ആ ട്രെയിനിന്റെ ബോഗി മുഴുവൻ കത്തിനശിക്കുകയും അതിൽ 59 പേർ മരിക്കുകയും ചെയ്തു. ആ ഒരു ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് EBT ന്യൂസിൽ നിന്ന് പോകുന്നത് മനികയും ക്യാമറമാനായിട്ട് കൂടെ സമറുമാണ്. അവർ സംസാരിക്കുന്നതിനിടയിൽ മനിക അവനോട് പറയുന്നുണ്ട്, ന്യൂസ് എന്നാൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സത്യമാണെന്ന്. സമർ ഒരു സത്യസന്ധനായ ജേർണലിസ്റ്റ് ആണ്. ഗോദ്രയിൽ നടന്ന ഈ ഒരു സംഭവത്തെ പല പൊളിറ്റീഷ്യൻസും അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ എത്തിയ മനികയും സമറും കാണുന്നത് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെ ചുടുകട്ടകളും കല്ലുകളും നിറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ടാണ് ആ ട്രെയിൻ അപകടം നടന്നിരിക്കുന്നത്. അവർ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് S6-ഉം S7 ബോഗികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ബോഗികൾ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി ട്രെയിൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ബോഗികൾക്ക് ചുറ്റും കത്തിക്കരിഞ്ഞ നിലയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൃതദേഹങ്ങൾ. ആ ഭാഗത്തും ചുടുകട്ടകളും കല്ലുകളും കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടുത്തതിനു മുമ്പ് സ്റ്റേഷനിൽ ഒരു ലഹള നടന്നിട്ടുണ്ടായിരുന്നുവെന്ന്. പാസഞ്ചേഴ്സും കുറച്ച് ആൾക്കാരും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. അതിന്റെയാണ് ഈ കല്ലുകളെല്ലാം തന്നെ കിടക്കുന്നത്. അതൊരു ആക്സിഡന്റ് അല്ല എന്നും അവിടുത്തെ ലോക്കൽ ആൾക്കാർ മനഃപൂർവ്വം ആ ബോഗിക്ക് തീവച്ചതാണെന്നും പലരും പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് പൊളിറ്റീഷ്യൻസും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പുറത്തുവിടാൻ ആ പൊളിറ്റീഷ്യൻസ് അപ്പോൾ തയ്യാറായിരുന്നില്ല. അവർക്ക് മറ്റൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. സത്യങ്ങൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും അത് പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രഷർ ചെയ്യുന്നത് ഇപ്പോഴിരിക്കുന്ന CM ആണെന്ന് അവർ ജനങ്ങളെ വിശ്വസിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ റോഡിലിറങ്ങി ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സമരം ചെയ്യാൻ ആരംഭിക്കും. അത് പ്രതിപക്ഷത്തിന് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സത്യങ്ങളെല്ലാം മറച്ചുവെച്ചിട്ട് ന്യൂസ് ചാനലുകാർ പറയുന്നുണ്ട് ഇതൊരു ട്രെയിൻ ആക്സിഡന്റ് ന്യൂസ് ആയിട്ട് പുറത്തേക്ക് വിട്ടാൽ മതിയെന്ന്. EBT ന്യൂസിലെ മനികയും അവർ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു. അതിനു മുൻപ് തന്നെ ഇത് ആക്സിഡന്റ് അല്ല എന്നും മനഃപൂർവ്വം ചെയ്തതാണെന്നും മനസ്സിലാക്കിയ മനികയും സമറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ സമറിനെ ഞെട്ടിച്ചുകൊണ്ട് മനിക പൊളിറ്റീഷ്യൻസ് പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം ഇതൊരു ട്രെയിൻ ആക്സിഡന്റ് ആണെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമറിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. സത്യം അറിയാമായിരുന്നിട്ടും ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായില്ല. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഇപ്പൊ തന്നെ ഈ ടേപ്പ് ഡൽഹിയിൽ എത്തിക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെയാണ് അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതിൽ നിന്നും അവർ പറയുന്നുണ്ട് അവരുടെ ബോഗിയിൽ ആരോ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുകയും അതിനുശേഷമാണ് തീപിടുത്തം ഉണ്ടായതെന്നും മനഃപൂർവ്വം തീവച്ചതാണെന്ന് സമറിന് വ്യക്തമായി. അവൻ അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നേരെ ഡൽഹിക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ അവന്റെ കാറിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ട് തന്റെ ഓഫീസിലെത്തിയ ശേഷം അത് മനികയുടെ ടേപ്പ് അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് തന്റെ ടേപ്പ് കൂടി പ്ലേ ചെയ്ത് കാണണമെന്ന് പറയുന്നു. ന്യൂസ് ചാനലിന്റെ ആൾക്കാർ അതെല്ലാം തന്നെ കാണുന്നുണ്ട്. അവന്റെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അപകടമല്ല എന്നും മനഃപൂർവ്വം ചെയ്തതാണെന്നും അവൻ പറയുന്നു. അവരും അത് സമ്മതിക്കുന്നുണ്ട്. അതും ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ടേപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ശർമാജി എന്ന് പറയുന്ന ആളെയായിരുന്നു. പിറ്റേന്ന് അവൻ ശ്ലോകയുടെ കൂടെ ഒരുമിച്ചിരുന്ന ന്യൂസ് കാണുമ്പോൾ അതിലൊന്നും തന്നെ അവന്റെ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും മനികയുടെ വീഡിയോസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതൊരു ആക്സിഡന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം. സത്യം എന്താണെന്ന് അവരെല്ലാവരും മറച്ചു വെച്ചിരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യമെന്ന സമറാകട്ടെ നേരെ ചാനലിന്റെ ഓഫീസിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാവരുമായിട്ട് വഴക്കിടുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് കള്ളത്തരമാണ് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതെന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് താൻ ആ വീഡിയോസിന്റെ ടേപ്പ് നിങ്ങൾക്ക് തന്നതെന്നും പറയുന്നു. എന്നാൽ അവരാരും തന്നെ അത് കേൾക്കാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. മനികയോ അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളാണെന്നും നീ വെറും ഒരു എംപ്ലോയി ആണെന്നും പറയുന്നു. തന്റെ ടേപ്പെങ്കിലും തിരിച്ചു തരാൻ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല. അവനെ അവിടെ നിന്നും സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് പുറത്താക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ശർമാജിയോട് വിളിച്ചു പറയുന്നുണ്ട് തന്റെ ടേപ്പ് സൂക്ഷിച്ചു വെക്കണമെന്നും എന്നെങ്കിലും സത്യസന്ധനായ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് വരുന്ന സമയത്ത് അത് കൊടുക്കണമെന്നും. ആ സംഭവത്തോടു കൂടി അവന്റെ ജോലി പോയി.
ക്യാമറ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കള്ളക്കേസ് ഉണ്ടാക്കി അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അവന്റെ കാമുകി ശ്ലോകയാണ് അവനെ ജാമ്യത്തിലിറക്കിയത്. എന്നാൽ അവൾ അവനോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന്. EBT ന്യൂസിന്റെ ഹെഡ് അവളുടെ അച്ഛന്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവളുടെ അച്ഛൻ അവളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് പല ന്യൂസ് ചാനലുകളിലും ജോലി തേടി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവൻ പോയെങ്കിലും എവിടെ അവനെ സെലക്ട് ചെയ്തില്ല. പലയിടത്തും സെലക്ട് ചെയ്തെങ്കിലും EBT ന്യൂസിൽ നിന്നും കോള് വന്ന ശേഷം അവനോട് ജോലിക്ക് വരണ്ട എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആഹാരം വാങ്ങിക്കാനും മദ്യപിക്കാനും പോലും കാശില്ലാതെ അവൻ ആകെ കഷ്ടപ്പാടിലായിരുന്നു. അവന്റെ സത്യസന്ധത മൂലം അവൻ ആ ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഗുജറാത്തിലെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പലരും മറന്നു. അവസാനം 2005 എത്തി. ഇതിനോടകം തന്നെ EBT ന്യൂസ് വലിയൊരു ന്യൂസ് ചാനലായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് EBT ന്യൂസിലേക്ക് ഒരു പുതിയ ജോയിനി വരുന്നുണ്ട്. അമൃത എന്നാണ് അവളുടെ പേര്. മനികയെ റോൾ മോഡലാക്കി അതുപോലെ തനിക്കും ആകണമെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അമൃത വരുന്നത്. അമൃത മനികയെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. മനിക അപ്പോൾ വലിയൊരു ഉയർന്ന പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അമൃത തന്റെ പേര് പറഞ്ഞെങ്കിലും എനിക്കിങ്ങനെ പേരൊന്നും ഓർമ്മയുണ്ടാകില്ല. നീ നിന്റെ വർക്കിൽ എന്തെങ്കിലും വലിയ രീതിയിൽ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നിന്റെ പേര് ഓർമ്മയുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനിക അവിടെ നിന്നും പോയി. മനിക ന്യൂസ് വായിക്കുന്നതിനിടയിൽ ഗുജറാത്തിലെ ഇലക്ഷനെ പറ്റിയുള്ള ന്യൂസുകൾ വായിക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ ഹെഡ് വന്ന് അവളോട് പറയുന്നുണ്ട് ഇപ്പോൾ ഗുജറാത്തിലെ ഇലക്ഷനെ പറ്റിയിട്ട് ഒന്നും തന്നെ പറയേണ്ട എന്നും ബാക്കി വാർത്തകൾ മാത്രം വായിച്ചാൽ മതിയെന്നും. വാർത്തയെല്ലാം വായിച്ചിട്ട് അവള് തിരിച്ചു വന്ന് കാര്യം അന്വേഷിക്കുന്നു. ഇത്രയും കാലം ഗുജറാത്തിൽ നടന്ന അപകടത്തിന്റെ പേരിൽ നമ്മൾ ഏത് സീമനെയാണോ പഴിചാരിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അയാളുടെ ഭാഗത്തു നിന്ന് വേണം വാർത്തകൾ കൊടുക്കാൻ. എന്താ നടക്കുന്നതെന്ന് മനികയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ചാനലിനെ അത് ഒരുപാട് രീതിയിൽ ബാധിക്കുമെന്നും അതുകൊണ്ട് അന്ന് നമ്മൾ മറച്ചുവെച്ച സത്യങ്ങളെല്ലാം ഇപ്പോഴത്തെ സീമന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരണമെന്നും പറയുന്നു. അന്ന് മനികയായിരുന്നു അത് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് മനികയോട് തന്നെ അവർ പറയുന്നുണ്ട് അത് ആക്സിഡന്റ് അല്ല എന്നും മനഃപൂർവ്വം ചെയ്തതാണെന്നും ജനങ്ങളെ അറിയിക്കാൻ. പക്ഷെ മനിക പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ജനങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതെന്റെ കരിയറിനെ ബാധിക്കും. എന്റെ കരിയർ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ കരിയർ അഫക്ട് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ് നല്ലതെന്ന് അവൾ പറയുന്നു. അവർ ഗുജറാത്തിൽ പോയിട്ട് ആ ഒരു CMനെ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോദ്രയിൽ വെച്ചിട്ട് സബർമതി എക്സ്പ്രസിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അമൃതയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ 2002 ഇവരുടെ ന്യൂസ് ചാനലിലൂടെ പുറത്തുവിട്ട കാര്യങ്ങളെല്ലാം തന്നെ അമൃത ഒരു തവണ കൂടി കാണുന്നു. അന്ന് ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന എല്ലാ ആൾക്കാരെയും അവൾ വിളിക്കുന്നുണ്ട്. സബർമതി എക്സ്പ്രസിൽ നടന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൾ ശർമാജിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വേറെന്തെങ്കിലും റെഫറൻസ് ഈ ഒരു കേസിനെ പറ്റി ഉണ്ടോ എന്ന്. അങ്ങനെ ശർമാജി നേരെ പോകുന്നത് നമ്മുടെ സമറിന്റെ ആ ഒരു ടേപ്പ് എടുക്കാനായിരുന്നു. ആ ടേപ്പ് കണ്ട അമൃത ശരിക്കും ഞെട്ടിപ്പോയി. അതിൽ പറയുന്നത് ഇതൊരു ആക്സിഡന്റ് അല്ല എന്നും മനഃപൂർവ്വം ചെയ്തതാണെന്നുമാണ്. അവൾ ആകെ കൺഫ്യൂഷനിലായിരുന്നു. അതിനെപ്പറ്റി അവളാകട്ടെ മനികയോട് സംസാരിക്കാൻ പോകുമ്പോൾ ശർമാജി അവളെ എതിർക്കുന്നു. എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി എല്ലാം തന്നെ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നീ സമറിനെ കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും പറയുന്നു. സമറിന്റെ ജീവിതം ഇപ്പോഴും എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ തൽക്കാലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. എപ്പോഴും വെള്ളമടിച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും. കാശിന് ആവശ്യമുള്ളപ്പോൾ ഡബ്ബിംഗ് ജോലി ചെയ്യും. അങ്ങനെ സമറിനെ കണ്ടുപിടിച്ച് അമൃത പറയുന്നുണ്ട് ഒരു ഡബ്ബിംഗ് ജോലി ഉണ്ടെന്ന്. 1500 തരാമെന്ന് പറഞ്ഞപ്പോ അവൻ അതിനു വേണ്ടി പോകുന്നു. എന്നാൽ അവിടെ പ്ലേ ചെയ്യുന്നതാകട്ടെ അന്ന് ഗോദ്രയിൽ നടന്ന സംഭവത്തിന്റെ അവന്റെ വീഡിയോ ക്ലിപ്പായിരുന്നു. അത് കണ്ട് അവൻ അമൃതയോട് സംസാരിക്കുന്നു. തനിക്ക് യഥാർത്ഥ സത്യം അറിയണമെന്ന് അമൃത അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ 2 വീഡിയോസ് കണ്ടതിൽ നിന്നും നിന്റെ വീഡിയോസിൽ കുറച്ച് സത്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടേക്ക് വന്നത്. യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗുജറാത്തിലെ ഗോദ്രയിലേക്ക് പോകണമെന്നാണ് സമർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താനും കൂടെ എന്റെ കൂടെ വരാമെന്ന് അവൾ ചോദിക്കുന്നു. 50,000 രൂപ തരാമെങ്കിൽ താൻ വരാമെന്നാണ് അവൻ പറയുന്നത്. 50 പറ്റില്ല 35 തരാമെന്ന് അവൾ പറയുന്നു. തനിക്ക് ഒരുപാട് പേർക്ക് കാശ് തിരിച്ചു കൊടുക്കാനുണ്ടെന്നും അതുകൊണ്ട് 40 തരാമെങ്കിൽ താൻ വരാമെന്നുമാണ് അവൻ പറയുന്നത്. ഒടുവിൽ അതിന് അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവരവരുടെ ജോലി ആരംഭിച്ചു. റെയിൽവേ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അത് 100% ഒരു ആക്സിഡന്റ് ആണെന്നാണ് അതിലുണ്ടായിരുന്നത്. അത് കള്ളമാണെന്ന് സമർ പറയുന്നു. അവിടെ നിന്ന് വേണം നമ്മൾ അന്വേഷിച്ചു തുടങ്ങാൻ. ആദ്യം ആ ബോഗി സന്ദർശിക്കണം. ആ ബോഗിക്ക് കാവൽക്കാരായിട്ട് കുറച്ച് പോലീസുകാരുണ്ട്. സമർ അവർക്ക് കുറച്ച് കാശ് കൊടുത്ത ശേഷം അമൃതയും കുട്ടി ആ ബോഗിക്കുള്ളിലേക്ക് കയറി. റെയിൽവേ റിപ്പോർട്ട് പ്രകാരം ഈ ബോഗിയിൽ തീ പിടിച്ചതിന്റെ 2 സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ട്രെയിൻ അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് അതിലുണ്ടായിരുന്ന ഒരാള് ട്രെയിനിൽ വെച്ചിട്ട് ആൾക്കാര് ആഹാരം പാകം ചെയ്യുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നു. ഒരു വ്യക്തി ആരോ ആഹാരം പാകം ചെയ്യുന്ന കണ്ടു എന്ന് പറഞ്ഞത് വെച്ചിട്ട് അയോധ്യയിൽ നിന്ന് ട്രെയിൻ അഹമ്മദാബാദിലേക്ക് പോകുന്ന സമയത്തും അതേ ആൾക്കാർ ട്രെയിനിൽ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? അപകടം നടന്ന ദിവസം ട്രെയിനിനുള്ളിൽ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് ആരെങ്കിലും ആഹാരം പാകം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ തീപിടിക്കാൻ സാധ്യതയില്ലെന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ട്രെയിനിന്റെ ഈ ബോഗിയിൽ തീപിടിക്കുന്ന സമയത്ത് ഏകദേശം 200ഓളം ആൾക്കാർ ഈ ബോഗിയിലുണ്ടായിരുന്നു. പക്ഷെ ബോഗിയിലെ സീറ്റുകൾ 72 മാത്രമേ ഉള്ളൂ. അതിനർത്ഥം 200ഓളം ആൾക്കാര് ഇതിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ആഹാരം പാകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റാത്തടുത്ത് എങ്ങനെയാണ് സ്റ്റൗ വെച്ചിട്ട് ആഹാരം പാകം ചെയ്യുന്നത്? ഒരു ബോഗി തീപിടിപ്പിക്കണമെങ്കിൽ 60 മുതൽ 70 ലിറ്റർ പെട്രോളോ കെറോസിനോ വേണം. എന്നാൽ മാത്രമേ ഈ ബോഗി മുഴുവൻ എങ്ങനെ കത്തി നശിക്കൂ. വെറും 1 ലിറ്റർ മാത്രം കൊള്ളുന്ന ഒരു ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ഈ ബോഗി മുഴുവൻ തീപിടിക്കാനുള്ള സാധ്യതയില്ല. ഇനി അത്രയും കെറോസിൻ ഈ ബോഗിക്കുള്ളിൽ വരണമെങ്കിൽ 60 മുതൽ 70 സ്റ്റൗ വരെ ഈ ബോഗിക്കുള്ളിൽ ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട്
ആൾക്കാർ ഉപയോഗിച്ചിരിക്കണം. അതും രാവിലെ 7 മണി സമയത്ത്. ഒരു കാരണവശാലും 200ഓളം ആൾക്കാരുള്ളിടത്ത് ഇത്രയും സ്റ്റൗ വെച്ചിട്ട് ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം പോലും പറ്റില്ല. അപ്പൊ പിന്നെ 60 എണ്ണത്തിന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. ഒരു കാരണവശാലും ഇത് സ്റ്റൗവിൽ നിന്ന് വന്ന തീയല്ല. രണ്ടാമത്തെ റീസൺ റെയിൽവേ പറയുന്നത് ആരോ സിഗരറ്റ് ഉപയോഗിച്ചു എന്നാണ്. സിഗരറ്റ് അവിടെ എവിടെയൊക്കെ ഇട്ടത് കൊണ്ട് തീ പിടിച്ചു എന്ന്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് സമർ പറയുന്നുണ്ട്. ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്നിടത്ത് ഒരാൾ സിഗരറ്റ് വലിച്ചാൽ തന്നെ പുക കാരണം മറ്റുള്ളവർ അത് കെടുത്താൻ പറയും. ഇനി അതും കേൾക്കാതെ അയാൾ സിഗരറ്റ് വലിച്ച് അവിടെ എവിടെ ഇട്ടാൽ തന്നെ എത്ര സിഗരറ്റ് വലിച്ചാലാണ് ഇത്രയും വലിയൊരു ബോഗിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്? അതൊരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് അമൃത ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ട്രെയിനിന്റെ നേരെ ഒരു ആൾക്കൂട്ടം വന്നിരുന്നുവെന്നും അവർ ട്രെയിനിലേക്ക് കല്ലുകൾ എറിയുകയും അതേ ആൾക്കാർ തന്നെ ട്രെയിൻ തീവയ്ക്കുകയും ചെയ്തതാണെന്ന്. പക്ഷെ അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഒരിക്കലും പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് പുറത്തുനിന്നുകൊണ്ട് ബോഗിക്കുള്ളിലേക്ക് തീ പടർത്താൻ സാധിക്കില്ല എന്നാണ്. കാരണം അവർ നിൽക്കുന്നിടത്തു നിന്നും ജനലിന് ഒരുപാട് ഹൈറ്റ് ഉണ്ട്. പുറത്തുനിന്നും ഉള്ളിലേക്ക് പെട്രോളോ കെറോസിനോ ഒഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം പുറത്തു തന്നെ വീണു പോകത്തേ ഉള്ളൂ. എന്നാൽ സമർ പറയുന്നുണ്ട് അതേ ആൾക്കാര് അകത്തേക്ക് കടന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ സാധ്യതയില്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ അകത്തുള്ള ആൾക്കാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നും അവൾ ചോദിക്കുന്നു. ദേഹത്ത് പെട്രോൾ വീഴുമ്പോഴേക്കും അവർ ആക്രമിക്കാൻ വന്നവരെ അടിക്കാനോ ഇടിക്കാനോ നിൽക്കാതെ സ്വയം രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ. അതിനുള്ളിൽ തീ പടർന്നിട്ടുണ്ടാകും. മാത്രമല്ല ട്രെയിനിന് 4 ഡോറുകളുണ്ട്. ആ 4 ഡോറ് വഴിയും ആൾക്കാർക്ക് പുറത്തേക്ക് പോയി രക്ഷപ്പെടാമല്ലോ. എന്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടില്ല? എല്ലാവരും എങ്ങനെ ഉള്ളിൽ കിടന്ന് മരിച്ചു? മാത്രമല്ല 2 സൈഡിലെയും ബോഗികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 എക്സിറ്റുകൾ കൂടിയുണ്ട്. അതുവഴിയും ആൾക്കാർക്ക് പുറത്തേക്ക് പോകാം. ആകെ ടോട്ടൽ 6 എക്സിറ്റ് ഉണ്ടായിട്ടും വളരെ തുച്ഛ ആൾക്കാർ മാത്രമാണ് രക്ഷപ്പെട്ടത്. സമർ ആ ബോഗിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡോർ അടയ്ക്കുന്നു. അവളോട് അകത്തുനിന്ന് തുറക്കാൻ പറയുന്നുണ്ട്. അവൾക്ക് ഈസി ആയിട്ട് തുറക്കാമായിരുന്നു. ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഈ ഡോറ് വഴി ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട്. കാരണം ഈ ഡോറുകൾ പുറത്തുനിന്ന് അവർ ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ജനൽ കമ്പികൾ വളച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ പാടുകളാണ് ആ കമ്പികളിൽ ഉണ്ടായിരുന്നത്. ഡോറുകളെല്ലാം ലോക്കായത് കാരണമാണ് അവർക്ക് ഡോറ് വഴി രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ ബോഗിക്കുള്ളിൽ വെന്തു മരിച്ചതും. സത്യം എന്താണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണമെന്ന് അമൃത പറയുന്നു. ആ സംഭവം നടക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കാണണമെന്ന് പറഞ്ഞിട്ട് അവർ അന്വേഷിച്ചിറങ്ങി തിരിച്ചു. അന്ന് രാവിലെ 4 മണിക്കൂർ ലേറ്റ് ആയിട്ട് സബർമതി എക്സ്പ്രസ് 7:45-നാണ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനിന്റെ ചെയിൻ ആരോ വലിച്ചു. പാസഞ്ചേഴ്സും ചായ കൊണ്ട് വിൽക്കുന്ന ആളുമായിട്ട് എന്തോ വലിയ വഴക്കുണ്ടായി. S3 ബോഗിയുടെ ഫ്രണ്ടിലാണ് അത് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ കൂടി ട്രെയിനിന്റെ ചെയിൻ ആരോ വലിച്ചു. രണ്ടാമത്തെ തവണ അത് ക്യാബിൻ എയുടെ ഫ്രണ്ടിലാണ് ഉണ്ടായത്. അപ്പോഴേക്കും പാഴ്സൽ ഓഫീസിന്റെ ബാക്കിൽ നിന്നും കുറെ ആൾക്കാർ അവിടേക്ക് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ആവുകയും ചെയ്തു. അതിനുശേഷം ട്രെയിൻ മുന്നോട്ട് പോയി. പിന്നെയാണ് പെട്ടെന്ന് ട്രെയിൻ തീപിടിച്ചത്. ട്രെയിൻ എങ്ങനെ തീപിടിച്ചു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ 2 തവണയാണ് ട്രെയിനിന്റെ ചെയിൻ ആരോ വലിച്ചിരിക്കുന്നത്. വേറെ കുറച്ച് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അന്ന് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ സാബർമതി എക്സ്പ്രസിലെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന്. അതിന്റെ പേരിലാണ് പ്രശ്നം തുടങ്ങിയതും ആൾക്കാരും പാസഞ്ചേഴ്സും തമ്മിൽ അടിയാവുകയും ചെയ്തത്. ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ടുവന്നത് സദ്ദാം എന്ന് പറയുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് അവിടെ തീപിടുത്തമുണ്ടായത്. ആ പെൺകുട്ടിയുടെ പേര് സാദിയ ബാനു എന്നാണ്. അങ്ങനെ സാദിയെ പറ്റി അന്വേഷിച്ചു പോകുമ്പോൾ സാദിയുടെ ഒരു ആന്റി അവർ കണ്ടെത്തുന്നുണ്ട്. സാദിയ ഇവിടെ അല്ല താമസിക്കുന്നതെന്നും വഡോദരയിൽ നിന്ന് അവൾ ഈദിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്നുമാണ് അവർ പറയുന്നത്. അവൾ തന്റെ അമ്മയുടെ സഹോദരനും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നോക്കി നിൽക്കുമ്പോഴാണ് ആ ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് പാസഞ്ചേഴ്സ് അവളെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സദ്ദാം എന്ന് പറയുന്ന ഒരാള് തങ്ങളുടെ പെൺകുട്ടിയെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന ശേഷമാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവൾ ചോദിക്കുന്നു. ഇവളി ചോദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് കേൾക്കുകയും അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സമർ മറ്റൊരാളോട് അവിടെ നടന്ന സംഭവത്തെ പറ്റി ചോദിക്കുമ്പോൾ സാജിദ് എന്ന് പറയുന്ന ചായ വിൽക്കുന്ന ആള് കാശിന്റെ പേരിൽ പാസഞ്ചേഴ്സുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടാവുകയും ആ സമയത്ത് സദ്ദാം എന്ന് പറയുന്ന ആള് ബാക്കിയുണ്ടായിരുന്ന കുറെ ആൾക്കാരെല്ലാം കൂട്ടി അവിടേക്ക് വരികയും വലിയ ലഹളയാവുകയും ചെയ്തതാണ്. അതിനുശേഷം ട്രെയിനിൽ തീപിടിച്ചു. സ്റ്റേഷനിലുണ്ടായിരുന്ന തൊഴിലാളികളുടെയൊക്കെ ലീഡറാണ് ഈ സദ്ദാം. ആ സംഭവത്തിന് ശേഷം സാജിദ് എന്ന് പറയുന്ന ചായ വിൽക്കുന്ന ആളെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഈ സംഭവത്തിന് സാക്ഷി പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. അരുൺ ഭദ്ര എന്നാണ് അവന്റെ പേര്. ഒരേ സമയം 2 കഥകളാണ് പലരും പറയുന്നത്. സമറിനും അമൃതയ്ക്കും ആകെ കൺഫ്യൂഷനായി. സാദിയെ ഉപദ്രവിച്ചതിന്റെ പേരില് സദ്ദാം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണോ അതോ സാജിദിനെ ആൾക്കാരെ ഉപദ്രവിച്ചതിന്റെ പേരില് സദ്ദാം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ? ഈ 2 സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി, അല്ലെങ്കിൽ രണ്ടും കള്ളമായിരിക്കും. ഇങ്ങനെ 2 സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകില്ല. ഈ 2 കഥകളിലും കോമൺ ആയിട്ടുള്ളത് സദ്ദാമാണ്. മാത്രമല്ല 2 കഥകളിലും പാസഞ്ചേഴ്സ് ആണ് തെറ്റ് ചെയ്തത്. ഈ 2 കഥകളും മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വലിയൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകും. അയാളായിരിക്കും ഇതെല്ലാം പ്ലാൻ ചെയ്തത്. സത്യം അറിയണമെങ്കിൽ 2 പേരെ കാണണം. സാദിയ ബാനു അവൾ എന്തിനു തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ശ്രമിച്ചു എന്ന് കള്ളം പറഞ്ഞു എന്നറിയാം. അതുപോലെ തന്നെ പാസഞ്ചേഴ്സും സാജിദ് എന്ന ചായക്കാരനുമായിട്ട് ലഹളയുണ്ടാകുന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് അരുൺ ഭദ്ര എന്തിനും മൊഴി കൊടുത്തു. സാദിയ ബാനുവിനെ അരുൺ ഭദ്രയെ അന്വേഷിച്ച് അവർ പോകാൻ തുടങ്ങി. സാദിയ ബാനു താമസിക്കുന്ന ഇടത്തേക്ക് പോകുമ്പോൾ അവിടെയാകട്ടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിന്റെ ഫൈനൽ നടക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിക്കറ്റുകൾ പോകുന്ന
സമയത്ത് കുറച്ച് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് അവിടെ. അത് കണ്ടിട്ട് അമൃതയ്ക്ക് അത്ഭുതം തോന്നുന്നു. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണെന്നാണ് സമർ പറയുന്നത്. ഇഞ്ചുവിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് സാദിയോട് പല കാര്യങ്ങളും ചോദിക്കുന്നത്. സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബാക്കിലൂടെ വന്ന് തന്നെ കുറച്ച് ആൾക്കാർ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നാണ് അവൾ പറയുന്നത്. നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ അമ്മ പെട്ടെന്ന് കയറി പറയുന്നുണ്ട്, സ്റ്റേഷനിൽ പോലീസുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മാത്രമല്ല ഞങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പൊ സദ്ദാമ നിങ്ങളുടെ റിലേറ്റീവ് ആണോ എന്ന് അമൃത ചോദിക്കുന്നുണ്ട്. അയാളല്ലേ നിങ്ങളെ രക്ഷിച്ചത്? സദ്ദാമിനെ പറ്റി ചോദിച്ചപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇവരാരും എൻജോയിൽ നിന്ന് വന്നതല്ല എന്ന്. അതോടുകൂടി തങ്ങളുടെ ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു സാദിയ ബാനുവിന്റെ അമ്മ. അപ്പോഴേക്കും പേടിച്ച് സമർ അമൃതയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവരുടെ പിറകെ ഒരു പറ്റം ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തൽക്കാലം അവരുടെ കണ്ണിൽപ്പെടാതെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ജയിക്കുന്നുണ്ട്. മുതിർന്നവർ പലരും നിരാശയോടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ പുതുതലമുറയിലെ കുട്ടികളെല്ലാം ചേർന്നിട്ട് പടക്കം പൊട്ടിച്ച് ഇന്ത്യയുടെ ജയം ആഘോഷിക്കുകയായിരുന്നു. ലോഡ്ജിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യ ജയിച്ചതിന്റെ സന്തോഷത്തില് അതിന്റെ ഓണറും അവർക്ക് സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കുന്നു. ആ സമയം മനികയാകിട്ട് അമൃതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് റിപ്പോർട്ടുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്ന്. എന്നാൽ തനിക്ക് കുറച്ച് ദിവസം കൂടി വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് സമറിനോട് അമൃത വന്ന് പറയുന്നുണ്ട് അരുൺ ബദ്രയുടെ അഡ്രസ്സ് നമുക്ക് കിട്ടാനൊരു വഴിയുണ്ട്. ഗോദ്ര കേസ് ഉൾപ്പെടെ പല കേസുകളും കൈകാര്യം ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്. മെഹർനിസ എന്നാണ് അവരുടെ പേര്. 2 വശത്തും സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന 1-2 പേരെങ്കിലും ഉണ്ടാവല്ലേ, അതിലൊരു വ്യക്തിയാണ് ഈ മെഹർനിസ. അങ്ങനെ അവർ മെഹർനിസയെ പോയി കാണുന്നു. അരുൺ ബർദയെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാളുടെ ഹിയറിംഗ് ഈ അടുത്തിടെ തന്നെ കോടതിയിൽ നടക്കുന്നുണ്ടെന്നും അവിടെ വന്നു കഴിഞ്ഞാൽ കാണാമെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അരുണിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹഫീസ് എന്ന് പറയുന്ന ഒരാള് അവിടേക്ക് വരികയും ഒരു പയ്യന്റെ കേസിൽ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ സപ്പോർട്ട് ചെയ്ത ആ പയ്യന് ബെയില് കിട്ടുന്നുണ്ടായിരുന്നില്ല. ജനങ്ങളെല്ലാം തന്നെ അയാളെ തലയിലേറ്റി നടക്കുകയാണ്. ആ സമയത്ത് 2 പോലീസുകാര് പർദ്ദയിടിപ്പിച്ചുകൊണ്ട് അരുണിനെ കൊണ്ടുപോകുന്നത് അവർ കാണുന്നു. അവരുടെ പിറകെ സമറും അമൃതയും പോകുന്നുണ്ട്. അവനെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം അവർ അവിടെ തന്നെ കാവലം നിൽക്കുകയായിരുന്നു. അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ അവനുമായിട്ട് സംസാരിക്കുമെന്ന് അമൃത ചോദിക്കുമ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ തന്നെ പോകുമെന്നാണ് സമർ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവൻ ഫേക്കായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി 2 ഓഫീസേഴ്സിന്റെ കണക്കാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. അവനെ കൊണ്ട് അവർ സത്യങ്ങൾ പറയിക്കുന്നു. സാജിദും ആൾക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും സാജിദിനെയും കൂട്ടിയിട്ട് താൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുവെന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് സദ്ദാമ സാജിദിനെ വിളിക്കുകയും എന്നെയും കൂട്ടിയിട്ട് അവൻ പോയത് ഒരു ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. പിന്നീട് അവിടെ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ചെറിയ ടെമ്പോയിലേക്ക് കുറെ ചാക്കുകളും വലിയ ക്യാനില് 20 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് കുറെ ക്യാനുകൾ ആ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. 7-8 ക്യാനുകൾ ഉണ്ടായിരുന്നു. ഒരു രാത്രി മുമ്പേ തന്നെ ഈ ക്യാനുകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വഴുക്ക് വെറുതെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന്. സബർമതി എക്സ്പ്രസിൽ തീ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി തന്നെ പ്ലാൻ ഇട്ടിരുന്നതാണ്. സബർമതിയുടെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അതൊരു അപകടമായിരുന്നില്ല, ഒരു വഴക്കിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നവുമായിരുന്നില്ല. ഓൾറെഡി തന്നെ കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ട്രെയിൻ തീ വെക്കണമെന്ന്. ഇതെല്ലാം തന്നെ അവരൊരു ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. തെളിവുകൾ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമൃതയും സമറും. 1 ലിറ്റർ പെട്രോൾ പോലും കുപ്പിയിൽ കൊടുക്കാത്ത നമ്മുടെ നാട്ടില് 20 ലിറ്റർ പെട്രോളൊക്കെ 7 ക്യാനുകൾ നിറച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കൈകൾ ഉണ്ടാകും. മാസ്റ്റർ മൈൻഡിനെ എങ്ങനെ കണ്ടെത്തുമെന്ന് അവർ ആലോചിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ അവിടേക്ക് വരികയും അമൃതയെ ആ വണ്ടിയിലേക്ക് പിടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. സമർ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കുറെ ദൂരം അവളെയും കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ ബാഗിൽ നിന്നും ആ ടേപ്പ് എടുത്ത ശേഷം അവളെ വഴിയിൽ തള്ളിവിടുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ മുഖം സമർ കാണുന്നുണ്ടായിരുന്നു. അവന് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തെളിവുകൾ പോയതിന്റെ സങ്കടവും അവർക്കുണ്ടായിരുന്നു. ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പത്രത്തിൽ നിന്നും അവൻ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ, അതേ ആളുടെ ഫോട്ടോ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ആളെ താൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. അത് ജയിലിൽ വെച്ചായിരുന്നു. അയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ മെഹർനിസ എടുത്ത് ചോദിക്കണമായിരുന്നു. അങ്ങനെ അവർ അവരോട് പോയി ഇതെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇയാൾ ആരുടെ ആളാണെന്ന്. പത്രത്തിൽ തന്നെ മറ്റൊരു ഫോട്ടോ കാണിച്ചുകൊണ്ട് മെഹർനിസ പറയുന്നുണ്ട് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഈ ഹബീദ് ഖാദ്രിയാണെന്ന്. ജനങ്ങൾ അയാളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അയാൾ സാധാരണ ജനങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ എന്ന് സമർ ചോദിക്കുമ്പോൾ മെഹർനിസ പറയുന്നുണ്ട് അതെല്ലാം അയാൾ പുറമെ കാണിക്കുന്നതാണെന്ന്. കോർട്ടിൽ വെച്ചിട്ട് ജുനൈദ് എന്ന പയ്യനെ അയാൾ രക്ഷിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് അമൃത ചോദിക്കുമ്പോൾ മെഹർനിസ പറയുന്നുണ്ട് ഒരിക്കലുമല്ല, തങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ജുനൈദിനെ പോലെയുള്ള പാവങ്ങളെ അവർ കരുവാക്കുകയാണ്. 5 വർഷമായിട്ട് ജുനൈദ് ജയിലിൽ തന്നെയാണ്. ബീബ് അവനോട് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം തന്നെ അവൻ ചെയ്തു. ദിവസം തനിക്ക് ജാമ്യം കിട്ടുമെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അവന് ജാമ്യം കിട്ടിയില്ല. അവസാനം അവൻ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അയാളെ കണ്ട് സംസാരിക്കണമെങ്കിൽ ആര് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ മെഹർനിസ പറയുന്നുണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന്. ഇവിടെ നടന്നതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല, പക്ഷെ ഇനി നടക്കാൻ പോകുന്നതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തടഞ്ഞേ പറ്റൂ. അങ്ങനെ മെഹർനിസ അവരെ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. 2 കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ അയാൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റി എല്ലാം തന്നെ സമർ അയാളോട് ചോദിക്കുന്നുണ്ട്. 2 വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ് തമ്മിൽ വളരെയധികം സ്നേഹത്തോടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇയാളെ പോലെയുള്ള ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മനഃപൂർവ്വം ഇയാളെ പോലെയുള്ള ആൾക്കാർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജുനൈദിനെ പോലുള്ള പാവങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഇതുപോലുള്ള ചതികൾ ചെന്നപ്പെടുന്നു. അങ്ങനെ ഇവർ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അവിടെ ഇരുന്നൊരു ഗ്ലാസ് അയാൾ തട്ടി താഴെയിടുന്നു. അപ്പോഴേക്ക് റൂമിൽ നിന്നും അയാളുടെ അനുയായികൾ വന്നിരുന്നു.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കാണിക്കാനായിരുന്നു അത്. തൽക്കാലം അവരോട് അകത്തേക്ക് പോകാൻ പറയുന്നു. ഈ ഗോത്ര തന്റെ വീടാണെന്നും ഇവിടെ ഇങ്ങനെ പല മരണങ്ങളും നടക്കുമെന്ന് അയാൾ പറയുമ്പോൾ ആ ട്രെയിനിൽ നഷ്ടപ്പെട്ടു പോയ ജീവനെല്ലാം തന്നെ ആര് സമാധാനം പറയുമെന്ന്. എന്നാൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ വേറെയും പല കുടുംബങ്ങളും മരിച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. അതൊന്നും ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ലല്ലോ എന്ന്. ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ആൾക്കാരെ കൊല്ലുമോ എന്ന് സമർ തിരിച്ചു ചോദിക്കുന്നു. 2001 ഇവിടെ ഭൂകമ്പം വന്ന സമയത്ത് ഈ രണ്ട് കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർ ഒരുമിച്ചാണ് അത് സർവൈവ് ചെയ്തത്. ഒരേ പാത്രത്തിൽ നിന്നാണ് അവർ ആഹാരം കഴിച്ചത്. അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിന്ന് കത്തിച്ചു കളഞ്ഞത് അതേ ഫാമിലീസിനെ തന്നെയാണ്. കുട്ടികളൊന്നും സ്ത്രീകളൊന്നും നോക്കാതെ അവരെല്ലാം അവിടെ മരണത്തിനോട് മല്ലിടുമ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് ഡോറ് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തതെന്ന് നിങ്ങളുടെ തന്നെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ നിങ്ങളെ വെറുക്കുന്നത് അവർ തന്നെയായിരിക്കും. എന്നാൽ തന്റെ ആൾക്കാർ തന്നെ ചോദ്യം ചെയ്യില്ല എന്നും അവരൊക്കെ എന്നെ ദൈവത്തിനെ പോലെയാണ് കാണുന്നതെന്നുമാണ് അയാൾ അഹങ്കാരത്തോടെ പറയുന്നത്. എന്നാൽ അവരെല്ലാം തന്നെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള സത്യം അവരൊരിക്കൽ മനസ്സിലാക്കുമെന്ന് സമർ പറയുന്നു. ഹബീബ് തന്നെയായിരുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആ സദ്ദാം എന്ന ആളെ പറഞ്ഞയച്ചത് തന്നെ. എന്നാൽ ഇത്രയും കാലമായിട്ടും ഒരു റിപ്പോർട്ടിലും തന്റെ പേര് വന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇനി അങ്ങനെ അഹങ്കരിക്കേണ്ടതെന്നും ഞങ്ങൾ തയ്യാറാക്കുന്ന സബർമതി റിപ്പോർട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും അവർ പറയുന്നു. തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ എന്ന് ഹബീബ് ചോദിക്കുമ്പോൾ സമർ തിരിച്ചു പറയുന്നുണ്ട്, പേടിയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ വിളിക്കാൻ. അയൽരാജ്യം എന്തായാലും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരിക്കുമെന്ന്. അയാൾ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ മെഹറുനിസയാകട്ടെ അവിടെ ഇരുന്ന ഗ്ലാസ് താഴ്ത്തട്ടിയിരുന്നു. ആ സമയത്ത് ആ അനുയായികൾ വീണ്ടും പുറത്തേക്ക് വരുന്നു. മെഹറുനിസ അവരോട് പറയുന്നുണ്ട് ഹബീബിന്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തോളാൻ. അയാൾ ഉടനെ തന്നെ ഈ രാജ്യം വിട്ട് പോകേണ്ടി വരുമെന്ന്. അവളെ വിളിച്ചിട്ട് പോലും ആ അനുയായികൾ വന്നു. അതിനർത്ഥം അവിടെ കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഒരു ഇഷ്യൂവും തന്നെ ഇല്ല. മാത്രമല്ല കമ്മ്യൂണിറ്റീസ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മെഹറുനിസയെ പോലൊരാൾ ഒരിക്കലും ഹബീബിന്റെ അടുത്തേക്ക് സമറിനെ അമൃതയും കൂട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു. അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഈ രണ്ട് കമ്മ്യൂണിറ്റീസും സഹരിച്ച് ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഇയാളെ പോലെയുള്ള ആൾക്കാരായിരുന്നു. അവിടെ നിന്നും കഥ പ്രസന്റിലേക്ക് വരികയാണ്. തുടക്കത്തിൽ കാണിച്ച അതേ കോടതി സീനിലേക്ക്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ പ്രൂഫ് എല്ലാം അവർ തട്ടിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ സമർ പറയുന്നു. ഇത്രയും വലിയ രാജ്യത്ത് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ആൾക്കാർ മറച്ചു വെച്ചിരിക്കുന്നു. അതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് സമർ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ചെയ്തത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ സത്യങ്ങൾ പുറത്തു വന്നേനെ എന്ന് സമർ തന്നെ പറയുന്നു. പിന്നീട് ഓരോരുത്തരുടെയും തെറ്റുകളുണ്ട്. അന്നവിടെ ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന അതേ ആൾക്കാരുടെ തെറ്റ്, ആ ട്രെയിൻ കത്തിച്ച ആൾക്കാരുടെ തെറ്റ്, ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച മീഡിയയുടെ തെറ്റ്, പിന്നീട് ഇതെല്ലാം കണ്ടുവന്ന ജനങ്ങളുടെ തെറ്റ്. അവരെല്ലാവരും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി അറിഞ്ഞു. എന്നാൽ അതിന്റെ പിന്നിലെ സത്യാവസ്ഥയെ പറ്റി അറിയാൻ ശ്രമിച്ചില്ല. ഏറ്റവും വലിയ തെറ്റ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ തന്നെയായിരുന്നു. അവര് തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരുന്നത്. തെറ്റായ വാർത്തയാണ് ആൾക്കാരിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് മീഡിയ സത്യങ്ങൾ മറച്ചു വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇന്നീ സത്യങ്ങൾ പുറംലോകം അറിഞ്ഞെങ്കിൽ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ എന്നെ പോലെ മറ്റാരെങ്കിലും വന്ന് ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. ദിവസങ്ങൾ കടന്നുപോയാലും എന്തെങ്കിലും സത്യം എല്ലാവരും അറിയുമെന്നും അയാൾ പറയുന്നു. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, സബർമതി കേസ് എവിടെയാണോ നടക്കുന്നത് അവിടെ വെച്ച് ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെങ്കിൽ അത് ജനങ്ങളെല്ലാം തന്നെ അറിയണം. ഇവിടെ അമൃതയാകട്ടെ തയ്യാറാക്കിയ സബർമതി റിപ്പോർട്ട് തന്റെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ടുവന്ന മനികയാകട്ടെ അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പേഴ്സ് എല്ലാം തന്നെ വലിച്ചെറിയുന്നു. തന്റെ അതോറിറ്റിയിലിരുന്നു കൊണ്ട് ഇതൊന്നും തന്നെ പുറത്തു കൊണ്ടുവരാൻ താൻ സമ്മതിക്കില്ല എന്നും കനിക അവളോട് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര മൂടി വെച്ചാലും സത്യങ്ങൾ എന്നായാലും പുറത്തു വരുമെന്ന് അമൃത പറയുന്നുണ്ട്. അന്ന് ആ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ കാരണമാണ് അന്നത് പുറത്തു വരാതിരുന്നത്. നിങ്ങളും വലിയൊരു തെറ്റുകാരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ തന്റെ റെസിഗ്നേഷൻ കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് 2017 ഗോദ്ര ഇൻസിഡന്റ് നടന്ന ശേഷം 15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് സമർ തന്റെ സ്വന്തം ചാനലിലൂടെ ആ സത്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഫെബ്രുവരി 25 അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെടുന്നു. അവിടുത്തെ മഹായജ്ഞത്തിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരുമായിട്ടാണ് ആ ട്രെയിൻ പോയത്. എന്നാൽ അതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സദ്ദാം ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് വലിയ ക്യാനുകളിൽ പെട്രോൾ നിറയ്ക്കാൻ പോയിരുന്നു. ഹബീബ് പറഞ്ഞിരുന്നത് സബർമതി എക്സ്പ്രസിലെ S6 ബോഗിക്ക് തീവയ്ക്കാനായിരുന്നു. ട്രെയിൻ എന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. തങ്ങളുടെ കുറച്ച് ആൾക്കാരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സദ്ദാബിനെ അവർ ഏർപ്പാടാക്കുന്നു. അവർ പ്ലാൻ ചെയ്ത പ്രകാരം ഉള്ളിൽ നിന്നൊരാള് ചെയിൻ വലിക്കുന്നു. അതേസമയം തന്നെ സദ്ദാബ് തങ്ങളുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കുറച്ചുപേർ ചേർന്നിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്നും വീണ്ടും ട്രെയിൻ പുറപ്പെട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ആരോ ചെയിൻ വലിക്കുന്നു. സദ്ദാം കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരെല്ലാം തന്നെ ആ ട്രെയിൻ നേരെ കല്ലെറിയാൻ തുടങ്ങി. S6 ബോഗിക്ക് ചുറ്റും കല്ലെറിയാൻ തുടങ്ങിയതോടുകൂടി ആൾക്കാരെല്ലാം തന്നെ ഷട്ടറുകൾ ഇട്ടു. ആൾക്കാർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വാതിലുകളെല്ലാം തന്നെ പൂട്ടിയ ശേഷം ഇടയ്ക്കൊരു വിടവുണ്ടാക്കി അതിലൂടെ പെട്രോൾ ഉള്ളിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ജനലുകൾ കുത്തിപ്പൊളിച്ചിട്ട് അതിനുള്ളിലൂടെ തീയും ഉള്ളിലേക്കിടുന്നു. പല ആൾക്കാരും പല വഴിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയായിരുന്നു. ഗോദ്രയിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിച്ചതെങ്കിലും ആ ട്രെയിന് ഇങ്ങനൊരു അപകടം നേരിടേണ്ടി വന്നതിന്റെ പിന്നിലുള്ള കാര്യം അത് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ആയതുകൊണ്ടായിരുന്നു. ആ സംഭവത്തോടു കൂടിയാണ് രണ്ട് കമ്മ്യൂണിറ്റീസിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്.
അന്ന് മരണം വരിച്ച എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമർ അവർ ഓരോരുത്തരുടെയും പേരും വയസ്സും എടുത്തു പറയുന്നു. അന്ന് സമർ പറയുന്ന ആ ന്യൂസ് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ 75% ആൾക്കാരുടെ കൂടെ മനികയും ആ ന്യൂസ് കാണുന്നുണ്ട്. അതും ഹിന്ദിയിലായിരുന്നു അവൻ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നത്. സംഭവത്തിന് ശേഷം ഗുജറാത്ത് ഹൈക്കോർട്ട് 2017 വീണ്ടും ഈ കേസ് പുനരന്വേഷിക്കുകയും സബർമതി എക്സ്പ്രസിന് നടന്നത് ഒരു ആക്സിഡന്റ് അല്ല എന്നും അത് പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നുള്ള കാര്യവും പുറത്തു കൊണ്ടുവരുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.